എൻ്റെ പേര് വിനോദ്. ബാംഗ്ലൂരിലാണ് താമസം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. എൻ്റെ കൂട്ടിന് വേണ്ടി ക്ലാസ്സിലും കോളേജിലും പെൺപിള്ളേർ ആർത്തിപ്പൂണ്ട് ഓടി നടക്കുന്നുണ്ടെങ്കിലും ഞാനത് കാര്യമാക്കിയിട്ടില്ല. പക്ഷേ ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവൾമാർ വരി വരിയായി നിൽക്കും എന്നെനിക്കറിയാം. കാരണം അവർക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. റോസ്മരിയ എന്നെ കാണുമ്പോഴെല്ലാം ഒരു വല്ലാത്ത നോട്ടമാണ്. വിശന്നിരിക്കുന്നവരുടെ മുന്നിൽ ബിരിയാണി കൊണ്ടുവച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ. പിന്നെ ദിവ്യയുടെ കാര്യമാണെങ്കിൽ ആപ്പിൾ കടിച്ച് തിന്നാൻ പാകത്തിലെന്ന പോലെ കാൽനകം കൊണ്ട് ചിത്രം വരയ്ക്കുന്നതും കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. പിന്നെ എൻ്റെ മുൻപിൽ എത്തിപ്പെടുമ്പോൾ കൂടെയുള്ള കൂട്ടുകാരിയുടെ കയ്യിൽ നുള്ളി എന്നെ പല്ലിറുമിക്കൊണ്ട് നോക്കുന്ന മഹിമയും എനിക്ക് രസം പകരാറുണ്ട്. എന്നാൽ എനിക്ക് അവരോടൊന്നും അത്ര താല്പര്യം തോന്നിയില്ല. എൻ്റെ താല്പര്യം ആരതിയോടായിരുന്നു. പിന്നെ വേറൊരാളോടും അത് വയ്യെ പറയാം. അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞ് മറ്റുള്ള പെൺപിള്ളേർക്ക് അസൂയയും കുശുമ്പും കുറച്ചൊന്നുമല്ല ഉള്ളത്. അതെന്താ, ആരതിയുടെ കയ്യിലുള്ളത് തന്നെയല്ലേ ഞങ്ങളുടെ കയ്യിലുമുള്ളത് എന്ന് ഒരു ദിവസം അനുപമ എൻ്റെ അടുത്ത് വന്ന് പതിയെ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വേള ഞാൻ ഞെട്ടിപ്പോയി. ഇനി ഇവരൊക്കെ കൂടി എന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പറയാൻ പറ്റില്ല, ഏതു നേരത്തും എന്തും സംഭവിച്ചേക്കാം, ഞാൻ മനസ്സിൽ ഓർത്തു. ഓ കണ്ടില്ലേ, വിനോദിനെ കാശ്മീർ ആപ്പിൾ കണക്ക്. അതും ആരതിക്ക് യോഗം. കോളേജിലെ സീനിയറായ കല്യാണിയും മഞ്ജുവും പറഞ്ഞത് കേട്ട് ആരതി ഒരിക്കൽ അത് എന്നോട് വന്ന് പറഞ്ഞു. ആരതിയേക്കാൾ സുന്ദരിമാർ വേറെ ഉണ്ടായിരുന്നെങ്കിലും എന്തോ ഒരു പ്രത്യേകത അവളിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ എനിക്ക് വലിയ തണ്ണിമത്തങ്ങ ഇഷ്ടമാണ്. അതിന് വല്ലാത്തൊരു നിറവും അഴകും രുചിയുമാണ്. പിന്നെ ആരതിക്ക് കാശ്മീർ ആപ്പിൾ എന്നാൽ വലിയ ജീവനാണ്. ആരതി കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യം ആരതിയുടെ ഭാവം കണ്ടിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കി. എനിക്കും അതൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഒരു സാഹചര്യം ഒത്തു വന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞില്ലല്ലോ. വീട്ടിൽ അമ്മ, ചേച്ചി ഇവരൊക്കെയാണ്. ചേച്ചി വർഷ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു IT കമ്പനിയിലാണ്. പുറത്തു പോകാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അമ്മ അതിന് സമ്മതിച്ചില്ല. ചേച്ചി ആള് നല്ല മോഡേൺ ആണ്. പിന്നെ അമ്മ സാവിത്രി നാടൻ ടൈപ്പാണ്. എന്നും സാരിയാണ് വേഷം. 43 വയസ്സുണ്ട്. 43 വയസ്സിൻ്റെ വണ്ണമുണ്ടെങ്കിലും മുഖം ക്യൂട്ടാണ്. ഒരു 27 വയസ്സൊക്കെ തോന്നിക്കും. പിന്നെ ഇടയ്ക്കിടെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന കൂട്ടത്തിലുമാണ് പുള്ളിക്കാരി. പിന്നെ അച്ഛനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അച്ഛനുമായി പിരിഞ്ഞു നിൽക്കുകയാണ് പുള്ളിക്കാരി. അങ്ങനെ ആയിട്ട് കുറേ വർഷങ്ങളായി. അച്ഛൻ വേറെ ആളോടൊപ്പം ലിവിങ് ടുഗദറായി കഴിയുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാവിത്രിയെ പാട്ടിലാക്കാൻ പല അങ്കിൾമാരും ശ്രമിച്ചിരുന്നു. അതെ, ഞാൻ ഇടയ്ക്കൊക്കെ സാവിത്രി എന്ന് പേരാണ് വിളിച്ചിരുന്നത്. ഒരു രസം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വൈകിട്ട് കോളേജ് വിട്ട് ഞാൻ സുന്ദരിമാരോട് സംസാരിച്ചുകൊണ്ട് നടക്കവേ സാവിത്രി കോളേജിനകത്ത് കാറും നിർത്തിയിട്ട് അതിനു മേലെ ചാരി നിന്നുകൊണ്ട് എന്നെ നോക്കുന്നു. അത് കണ്ട് ഞാൻ ഞെട്ടി. അയ്യോ, അമ്മ എന്നെ പെൺപിള്ളേരുടെ കൂടെ കണ്ടിരിക്കുന്നു. വീട്ടിൽ ഞാനൊരു എന്താ പറയുക, പെൺപിള്ളേരെ തിരിഞ്ഞു പോലും നോക്കാത്ത ലെജൻഡ് എന്നൊക്കെ പറഞ്ഞാണ് നടന്നിരുന്നത്. ചേച്ചിയോടും ചേച്ചിയുടെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോഴും എൻ്റെ മനോഭാവം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അവരിൽ നിന്നും അവർ കാണാതെ തലവലിച്ച് മാറി നടന്നു. പിന്നെ സാവിത്രിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ വേഗം കയറി എന്നും പറഞ്ഞ് ഞാൻ കാറിൽ കയറി. സാവിത്രിയും കയറി. എന്താ അമ്മേ ഇവിടെ? അമ്മയോട് പറഞ്ഞതല്ലേ കോളേജിലേക്ക് വരല്ലേ എന്ന് ഞാൻ ചെറിയ ദേഷ്യത്തോടെയും ചമ്മലോടെയും പറഞ്ഞു. ഓ പിന്നെ ഇപ്പോൾ വന്നത് കൊണ്ട് നിൻ്റെ വിശ്വരൂപം കാണാൻ പറ്റിയല്ലോ, അതും പറഞ്ഞ് സാവിത്രി കളിയാക്കി ചിരിച്ചു. ആ എടാ, അതൊക്കെ പോട്ടെ, ഇന്ന് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, അതാ ഞാൻ വന്നേ. ആണോ? എന്താ പ്രത്യേകിച്ച്? എടാ, നാളെ നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നു. ആണോ? അത് കൊള്ളാം. പിന്നെ വർഷയും വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ലീവ് കിട്ടുമോ? അവൾ ലീവിന് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും ടൗണിൽ പോയി കുറച്ച് ഷോപ്പിംഗ് നടത്തി. പിന്നെ വീട്ടിലേക്ക് വന്നു. അന്ന് നേരത്തെ തന്നെ ജോലിയും തീർത്ത് ചേച്ചിയും വന്നു. ലീവ് കിട്ടിയോ ചേച്ചി? ഞാൻ ചോദിച്ചു. പിന്നെ കിട്ടാതെ. ആദ്യം തരില്ലെന്ന് പറഞ്ഞു. പിന്നെ ചെറിയ പൊടിക്കായി പ്രയോഗിച്ചപ്പോൾ ലീവ് കിട്ടി. അതെന്താ ചേച്ചി പൊടിക്കായി? അതൊക്കെയുണ്ട്, നീ അറിയണ്ട, ചേച്ചി ഒരു ചിരിയോടെ പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് തന്നെ അമ്മയുടെ കാറിൽ ഞങ്ങൾ തറവാട്ടിലേക്ക് ചെന്നു. ഞങ്ങൾ അവിടെ എത്തിയത് ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ അമ്മൂമ്മ ഉമ്മറത്ത് കാലം നീട്ടിയിരിപ്പായിരുന്നു. ഞങ്ങളുടെ കാറ് കണ്ടപ്പോൾ സൂക്ഷിച്ചു നോക്കി.
എടാ സുകുമാര, ദേ അവർ വന്നു. അമ്മൂമ്മ അകത്തേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു. സുകുമാരൻ എൻ്റെ അമ്മയുടെ ചേട്ടനാണ് കേട്ടോ. ആള് അവിടെ കൃഷിപ്പണിയൊക്കെ ആയി കഴിഞ്ഞു പോകുന്നു. തറവാട്ടിൽ അമ്മൂമ്മയും സുകുമാരൻ അങ്കിളും അങ്ങേരുടെ ഭാര്യ മാലതിയും പിന്നെ വേലക്കാരി അമ്മിണിയുമാണുള്ളത്. അമ്മിണി തറവാട്ടിൽ തന്നെ തങ്ങാറില്ല. വല്ലപ്പോഴും സുകുമാരൻ അങ്കിളും ഭാര്യ വീട്ടിൽ പോയാൽ അമ്മൂമ്മ ഒറ്റയ്ക്കാവുന്നത് കൊണ്ട് അമ്മിണി രാത്രിയും തറവാട്ടിൽ തന്നെ തങ്ങും. പട്ടണത്തിൻ്റെ അത്രയും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലായിടത്തും പച്ചപ്പ് മരങ്ങളുമായി അവിടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപാടെ എല്ലാവരും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. എടാ വിനോദേ, മോളെ വർഷേ, ഹോ മോളെ നീ അങ്ങ് വളർന്ന് വലിയ പെണ്ണായല്ലോടി എന്നും പറഞ്ഞ് സുകുമാരൻ അങ്കിൾ കവിളത്ത് നുള്ളി. അതെന്താ, വർഷ മാത്രമേ വളർന്ന് വലുതായുള്ളൂ, ഞാൻ വളർന്ന് വലുതായില്ലേ എന്നായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്. പിന്നെ അയൽവാസികൾ എന്ന് പറയാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നും അല്പം ദൂരെയായിട്ടാണ് മറ്റുള്ള വീടുകളുള്ളത്. അടുത്തടുത്തായി ഒന്നുമില്ല. എങ്കിലും ഞങ്ങളെ കണ്ട് അവർ ഉമ്മറത്തു നിന്നും ഏന്തി വലിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. വാ മക്കളെ, വലുതും കഴിക്കാമെന്നും പറഞ്ഞ് അമ്മൂമ്മ ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി. ആദ്യം മക്കൾ പോയി കുളിച്ചേച്ചും വാ കേട്ടോ. മോളെ മാലതി, നിൻ്റെ ചുരിദാറോ മാക്സിയോ അവർക്ക് കൊടുക്കുക കേട്ടോ. ശരി അമ്മേ. അങ്ങനെ മാലതി ആൻറ്റി വസ്ത്രമെടുക്കാൻ പോയി. മാലതി സാവിത്രിക്കാൾ കുറച്ച് വണ്ണം കുറവാണ്. അപ്പോൾ അവരുടെ വസ്ത്രം സാവിത്രിക്ക് പാകമാകുമോ, നല്ല ഇറുക്കമായിരിക്കുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അവിടെ 2 കുളിമുറിയാണുള്ളത്. ഒന്ന് ഹാളിലും മറ്റേത് അടുക്കള ഭാഗത്തും. അങ്ങനെ സാവിത്രിയും വർഷയും കുളിക്കാൻ പോയി. വാടാക്കുട്ട ചോദിക്കട്ടെ അവിടുത്തെ വിശേഷങ്ങൾ എന്നും പറഞ്ഞ് അമ്മൂമ്മ എന്നെ ഉമ്മറത്ത് കൊണ്ടിരുത്തി. സുകുമാരൻ അങ്കിളും മാലതി ആൻറ്റിയും ഉമ്മറത്ത് നിന്നു. അങ്ങനെ എന്നോട് അവർ പട്ടണത്തിലെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് പിള്ളേർ അങ്ങോട്ട് വന്നത്. മൊത്തം 6 പേര്. 2 പേര് ഏകദേശം എൻ്റെ പ്രായമുണ്ടാവും. പിന്നെ 4 പേര് ചെറിയ പിള്ളേരാണ്. എങ്കിലും 6 പേരുടെ വസ്ത്രവും ബർമുടയായിരുന്നു, ഷർട്ടില്ല. തനി നാട്ടുമ്പുറത്തെ പിള്ളേർ. എൻ്റെ പ്രായത്തിലുള്ളവരെ ഞാൻ കൗതുകത്തോടെ നോക്കി. അവരുടെ മുഖത്ത് നിഷ്കളങ്കതയോടെയുള്ള ചിരിയായിരുന്നു. ഞാനും ചിരിച്ചു. പിന്നെ പിള്ളേരെല്ലാം ഞങ്ങൾ വന്ന കാറ് നോക്കാൻ തുടങ്ങി. അവർ അതിനരികിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയും തൊട്ടു നോക്കുകയും ഒക്കെ ചെയ്തു. പെട്ടെന്നാണ് കുളി കഴിഞ്ഞ് വർഷ അങ്ങോട്ടേക്ക് വന്നത്. കടും നീല നിറത്തിലുള്ള മാക്സിയാണ് വേഷം. വർഷ തോർത്തും കൊണ്ട് മുടിയും തോർത്തി ഉമ്മറത്തേക്ക് വന്നു. അവളെ കണ്ടതും എൻ്റെ പ്രായത്തിലുള്ള ആ 2 പിള്ളേരുടെ ഭാവം മാറി. അവർ വാ പൊളിച്ച് നോക്കാൻ തുടങ്ങി. കൗതുകത്തോടെ കാറ് നോക്കിയായിരുന്ന അവർ ഓ ഇതൊക്കെ എന്ത് കാറ് എന്ന ഭാവത്തിൽ നിൽക്കുന്നതായി എനിക്ക് തോന്നി. കാറിൽ നിന്നുള്ള നോട്ടം വർഷയിലേക്ക് പോയി. വർഷ ചേച്ചി അവരുടെ നോട്ടം കണ്ട് ഹായ് എന്ന് പറഞ്ഞ് ചിരിച്ചതും അവർ പല്ലലിച്ച് കാട്ടി അവിടെ നിന്നും പരുങ്ങി. ഓഹോ, അപ്പോൾ പട്ടണത്തിലായാലും നാട്ടിന് പുറത്തായാലും വായുനോട്ടത്തിന് മാറ്റമൊന്നുമില്ല. ഞാൻ അത് മനസ്സിലോർത്തപ്പോൾ ചിരി വന്നു. എൻ്റെ ചിരി കണ്ട് മാലതി ആൻറ്റി എന്നെ നോക്കി. അപ്പോൾ ഞാനൊരു കണ്ണിറുക്കി കാണിച്ചു. അമ്മ കുളി കഴിഞ്ഞ് വന്നില്ലേ? വർഷയുടെ ചോദ്യം. ഇല്ല മോളെ, അമ്മൂമ്മ പറഞ്ഞു. ഓ, അമ്മയുടെ കുളി കഴിയാൻ 1.5 മണിക്കൂറെങ്കിലും ആകും. ബ്യൂട്ടി പാർലറിലെ ഐറ്റംസൊക്കെ ഇടുവായിരിക്കും. ഞാനത് പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. എടാ മോനെ, ഇനി നീ കുളിച്ചേച്ചും വാ, അമ്മൂമ്മ പറഞ്ഞു. അത് വേണോ? വൈകിട്ട് കുളിച്ചാൽ പോരെ? ആഹാ, അത് പറ്റില്ല. യാത്ര കഴിഞ്ഞ് വന്നാൽ കുളി നിർബന്ധമാണ്. മടി കാണിക്കാതെ ചെല്ലു മോനെ. ശരി അമ്മൂമ്മ എന്നും പറഞ്ഞ് ഞാൻ തോർത്തുമെടുത്ത് കുളിമുറിയിലേക്ക് പോകവേ കുളി കഴിഞ്ഞ് സാവിത്രി വരുന്നത് കണ്ടു. അത് കണ്ട് ഞാൻ ഞെട്ടി നോക്കി നിന്ന് പോയി.